ലോകത്തെ ഞെട്ടിച്ച കേരള ഫാക്ടറികൾ, ഇതിനു പിന്നിൽ മലയാളികൾ. കേരളം ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് തെങ്ങിൻ തോപ്പും കായലുകളുമാണോ? എന്നാൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന വ്യവസായ മുന്നേറ്റങ്ങൾക്കും നമ്മുടെ കൊച്ചു കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സാധാരണക്കാരായ മലയാളികൾ തുടങ്ങി ലോകം കീഴടക്കിയ സ്ഥാപനങ്ങളുടെ കഥകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ മാറുന്ന വ്യവസായ മുഖം. പരമ്പരാഗത വ്യവസായങ്ങൾക്കപ്പുറം ബയോടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ പുത്തൻ മേഖലകളിലേക്ക് കേരളം ചുവടുവെച്ചു കഴിഞ്ഞു. നിർമ്മാണ മേഖലയുടെ പങ്ക് സംസ്ഥാനത്തിന് മൊത്തം വരുമാനത്തിൽ കാര്യമായി വർദ്ധിച്ചു. പുതുതലമുറയുടെ സംരംഭകത്വാവേശവും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള പിന്തുണയും സർക്കാർ നയങ്ങളും ഇതിന് കരുത്തേകുന്നു. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ മുൻപന്തിയിലാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിറ്റ് സ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ്സിലെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വിജയഗാഥ നമുക്ക് നോക്കാം. വിജയഗാഥകൾ 3-4 നമുക്കിന്ന് നോക്കാം. വിജയഗാഥ 1, ജെൻ റോബോട്ടിക്സ്. റോബോട്ടിക്സിലൂടെ ഒരു സാമൂഹിക മാറ്റം. മാൻ ഹോളുകൾ വൃത്തിയാക്കുമ്പോഴുള്ള അപകട മരണങ്ങൾ ഓർമ്മയില്ലേ? ഇതിലൊരു പരിഹാരമാണ് ജെൻ റോബോട്ടിക്സിൻ്റെ ബൻഡിക്യൂട്ട് റോബോട്ട്. വിമൽ ഗോവിന്ദൻ കൂട്ടൻ തുടങ്ങിയ ഒരു സംരംഭം മനുഷ്യജീവനുകൾ രക്ഷിക്കുകയും ലോകശ്രദ്ധ നേടുകയും ചെയ്തു. അതിലൂടെ അവർ ഒരുപാട് സാമ്പത്തിക നേട്ടം ആ കമ്പനിയിലൂടെ അവർക്ക് നേടാനായി. രണ്ടാമത്തത് വിജയഗാഥ VST മൊബിലിറ്റി. ഇലക്ട്രിക് വാഹന വിപ്ലവത്തിൻ്റെ ഒരു കേരള സ്പർശം. രാജ്യം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ കുറഞ്ഞ ചെലവിൽ മികച്ച EV ചാർജിംഗ് മെഷീനുകളുമായി എത്തുകയാണ് ആൽവിൻ സാവിയറിൻ്റെ VST മൊബിലിറ്റി. ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ഓയിലും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് ഇവരുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് വിജയഗാഥ 3, സാറ ബയോടെക്. കടൽപ്പായലിൽ വിരിഞ്ഞ ഹരിത വിപ്ലവം. കാലാവസ്ഥാ മാറ്റത്തിന് പരിഹാരം തേടി ആലപ്പുഴക്കാരി നീജ ജെറോമിൻ്റെ സാറ ബയോടെക് കടൽപ്പായലിൽ നിന്ന് ബയോപ്ലാസ്റ്റിക് ഉൾപ്പെടെ വിലയേറിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ഇന്ന് ലോകമെമ്പാടും ആവശ്യക്കാരുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരവും ലഭിച്ചു. അടുത്തത് നമുക്ക് വമ്പന്മാർ കുറച്ച് ആളുകളെ പരിചയം. പുതിയ സ്റ്റാർട്ടപ്പുകൾക്കൊപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഫാക്ട് പോലുള്ള അതികായകരും കേരളത്തിൻ്റെ വ്യവസായ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നു. കപ്പൽ നിർമ്മാണത്തിലും വളം നിർമ്മാണത്തിലും ഇവർ പുതിയ മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നാളെയുടെ കേരളം, വ്യവസായ കുതിപ്പിൻ്റെ ഭാവി. ഈ വിജയങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പിൻ്റെ സൂചനകളാണ്. ഉയർന്ന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ ആഗോള ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. മിഷൻ 1000 പോലുള്ള പദ്ധതികളും സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലെ GSDP 6.5% വളർച്ചയും ഈ ലക്ഷ്യത്തിന് ഊർജ്ജം പകരുന്നു. ഇതുപോലുള്ള മറ്റു വിജയകഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടത് പുത്തൻ ആശയങ്ങളുമായി ബിസിനസ് തുടങ്ങി വിജയത്തിലെത്തിയവരാണ്. അതുപോലെ നമുക്ക് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ചെറിയ കുടിൽ വ്യവസായം വീട്ടിൽ നിന്നുകൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ചെറിയ കടമുറികൾ വാടകയ്ക്കെടുത്ത്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയകളിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ റെൻറ്റിനെടുത്ത്, അതല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് ചുറ്റുമൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഷെഡുകൾ, ബിൽഡിങ്ങുകൾ ഒക്കെ ഒഴിഞ്ഞു കിടക്കുന്നതുണ്ട്. അപ്പോൾ നല്ല ഐഡിയകളൊക്കെ കണ്ടെത്തി അതിന് വേണ്ട മെഷീനറീസ് ഇന്ന് നമുക്കറിയാം യൂട്യൂബ് പോലുള്ള ചാനലുകളിലും നിരവധി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വ്യവസായ വകുപ്പൊക്കെ ഇടയ്ക്കിടെ നടത്തി വരാറുള്ള എക്സിബിഷനുകളും സെമിനാറുകളും ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിരവധിയായ ഐഡിയകളും അതിനുള്ള മെഷീനറീസും ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന റീപാക്കിംഗ് ഉണ്ട്, പാക്കിംഗ് മെഷീനറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ കടല, ഓരോ പൊടികൾ, പിന്നെ സ്പൈസ് ഐറ്റംസ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ, പിന്നെ നമ്മുടെ ഗ്രാമ്പു, മസാല ഐറ്റംസ്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, അങ്ങനെ പല വിധത്തിലുള്ള ഐറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് വളരെ ചെറിയ വിലയിൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ വെച്ചോ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ മേലെ പറഞ്ഞതുപോലെയുള്ള ചെറിയ കടമുറികളോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഷോപ്പുകൾ അങ്ങനത്തതൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ പാക്കിംഗ് മെഷീൻസ്, ചെറിയ മുതൽ മുടക്കിൽ കിട്ടാവുന്ന മെഷീനറികളാണ് അതെല്ലാം വാങ്ങി അവിടെ നിന്ന് റീപാക്കിംഗ് ചെയ്തിട്ട് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കുക. നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ആശയമാട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നേറാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിരവധി ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകളും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല ഐഡിയകളും ആശയങ്ങളും അതിലേക്ക് വേണ്ട മെഷീനറീസും ഇതൊക്കെ നമുക്കൊരു ഐഡിയ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സ്ഥലം വേണോ അതിനനുസരിച്ച് പോയി നമ്മൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകൾ അതിൻ്റെ ആളുകളെ, ഓണേഴ്സിനെയോ അല്ലെങ്കിൽ അത് നോക്കി നടത്തുന്ന ആളുകളൊക്കെ പോയി സംസാരിച്ച്
ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ബഡ്ജറ്റൊന്നും ആദ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആദ്യത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. റെൻറ്റ് കുറച്ചിട്ടോ അതല്ലെങ്കിൽ അഡ്വാൻസ് ഒഴിവാക്കി തന്നിട്ടോ ഞങ്ങളൊരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ രീതിയിലേക്കുള്ള റെൻറ്റ് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തെ റെൻറ്റ് ഒഴിവാക്കി തരണം. ഇന്ന് നമ്മുടെ നാട്ടിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഈ അവസരങ്ങൾ നമ്മൾ മുതലാക്കി നമ്മൾ ചെന്ന് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നാണ്. നമ്മൾ ചെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ചുറ്റും റെഡിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു സ്ഥലം എടുത്ത് പിന്നെ അതിന് വേണ്ട പേപ്പർ വർക്ക്സുകളും ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ നമ്മുടെ ബിസ്റ്റാർട്ട് മാപ്പ് പോലുള്ള ചാനലുകൾ നിങ്ങൾക്ക് അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളും ഗൈഡൻസൊക്കെ തരുന്നു. അത് ഫിസിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നിങ്ങളുടെ പഞ്ചായത്തിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വ്യവസായ വകുപ്പിൻ്റെ എക്സിക്യൂട്ടീവുകൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നവരെ സഹായിക്കുക എന്ന് മാത്രം ഉദ്ദേശം വെച്ചിട്ട് അവർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി കണ്ടിട്ട് അതിൻ്റെ ലൈസൻസിങ്, അതുപോലെ ഫുഡ് രംഗത്തുള്ള പ്രോസസ്സിങ്ങോ റീപാക്കിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ലൈസൻസുകൾ എടുക്കേണ്ടതുണ്ട്. അതിന് പഞ്ചായത്ത് ലൈസൻസ്, ആദ്യം ഒരു സ്ഥലമെടുത്ത് റെൻ്റൽ ലൈസൻസ്, വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ FSSAI ലൈസൻസ്, ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലൈസൻസ് എടുക്കൽ നിർബന്ധമാണ്. ഇതിനൊക്കെ സഹായിക്കാൻ നമ്മുടെ ഈ പറയുന്ന വ്യവസായ വകുപ്പിൽ നിന്ന് നമ്മളെ സഹായിക്കാനായിട്ടുള്ള ആളുകൾ നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഇന്നെന്താണ് അവൈലബിൾ ആണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് അവർ നമുക്ക് വേണ്ടി ഏത് സമയത്തും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ സന്നദ്ധരായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുൻകൈ എടുക്കാത്തൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പേപ്പർ കപ്പ് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ബിസിനസ്സുകളാണ്. അഗർബത്തി, അങ്ങനെ നിരവധി. നമ്മൾ വരുന്ന വീഡിയോകളിൽ നമ്മൾ മിനിമം 100 ബിസിനസ് ഐഡിയാസ്, കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന മിനിമം 100 ബിസിനസ് ഐഡിയകൾ നമ്മൾ വിവിധ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ചാനൽ വരും ദിവസങ്ങളിൽ ബേസിക്കായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാനുള്ള ബേസിക്കായിട്ടുള്ള സ്റ്റെപ്പുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ബിസിനസ് ആശയങ്ങൾ, ഐഡിയകൾ നമ്മൾ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റു വിജയകഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളം വെറും ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന ചിന്ത മാറ്റാം. ലോകോത്തര ഉൽപ്പന്നങ്ങളുമായി അന്താരാഷ്ട്ര വിപണിയിൽ മത്സരിക്കുന്ന സംരംഭകരുന്ന നമ്മുടെ ശക്തിയാണ്. ഈ വിജയഗാഥകൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ. നന്ദി. വരും ദിവസങ്ങളിൽ നല്ല ഒരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാകുന്നതാണ്. നാളെ മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും സെറ്റ് ചെയ്യേണ്ട എൻ്റർപ്രീനിയറൽ മൈൻഡ് സെറ്റ്. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് ആദ്യം നമുക്ക് നമ്മുടെ മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് ചെയ്യുക, മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ വിഷയത്തിന്മേൽ നമ്മൾ വീഡിയോ നാളെ വരുന്നുണ്ട്. ഒരുപാട് സർപ്രൈസുമായിട്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.